ജപ്പാനിൽ നിന്നൊരു പെണ്ണ് വന്നു. അവൾ പറഞ്ഞു, ഞാൻ ജപ്പാനിൽ നിന്ന് വന്നാണ്, എനിക്ക് പെർഫ്യൂം ഇതിൻ്റെ മണം ഉണ്ടാക്കി തരണം. അവളുടെ ഉമ്മാടെ, അതായത് മമ്മിയുടെ മണമാണ് അവർ ഉപയോഗിച്ചിരുന്ന ഫ്രാഗ്രൻസാണ്. അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ട്രാവൽ ചെയ്യുന്നു, അത് ആ മണം തേടി വരുന്നത്. അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ. ഈ അടുത്തിടയ്ക്ക് വന്ന മണത്തിൽ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു മണമാണ് ലക്ഷ്മി നക്ഷത്ര കൊണ്ടുവന്ന സുധി ചേട്ടൻ്റെ ഒരു മണം എന്ന് പറഞ്ഞത്. അതിനകത്ത് ബ്ലഡും അദ്ദേഹത്തിൻ്റെ വിയർപ്പും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര. നമസ്കാരം, മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം പരത്തുന്നവരുണ്ട്, ഇവർക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ആലങ്കാരികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാം. യൂസഫ് ഭായ്. നമസ്കാരം യൂസഫ് ഭായ്. വലൈക്കും സലാം. എല്ലാവരും പറഞ്ഞ യൂസഫ് ഭായ് ദ പെർഫ്യൂം കിങ് എന്നാണ്. പക്ഷേ എനിക്ക് യൂസഫ് ഭായിനെ കാണുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും ഒരു പെർഫ്യൂം കാസനോവ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം കിങ് എന്നേക്കാൾ ഉപരി പെർഫ്യൂം കാസനോവ എന്ന് പറയുന്നതിലേക്ക് വരുന്നത്? അത് കിങ്ങാണോ കാസിനോവ എന്നുള്ളത് എൻ്റെ തൊഴിലിനോട് ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നത് കൊണ്ട് ഒരു പെർഫ്യൂമർ എന്തായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ. നിങ്ങൾ ഒരു മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ, പച്ച മലയാളം പറയണമെന്നുണ്ടെങ്കിൽ, അയാൾ സുഗന്ധം പരത്തുന്നവനായിരിക്കണം. ഒരുപക്ഷെ ആ സുഗന്ധമാവും ഈ പരന്ന് കിടക്കുന്നത്. അതുകൊണ്ട് പലരും പല പേരിൽ എന്നെ വിളിക്കുന്നുണ്ട്. ചില ഡോക്ടറേറ്റ് കിട്ടണേക്ക് മുമ്പ് എന്നെ ഡോക്ടർ എന്ന് വിളിച്ചിരുന്നു. പലരും പല മുഹന്ദസ് എന്ന് വിളിക്കും, ചിലർ കിങ് എന്ന് വിളിക്കും, പിന്നെ ചില പറയാൻ പാടില്ലാത്ത ഗോഡ്സ്, അങ്ങനെ പലരും എഴുതിയിടും. അതൊന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഉണ്ടാവുക, സുഗന്ധം പരത്താം. ഒരു ജോലി എന്താണ്? ആത്മാർത്ഥത. അപ്പോൾ എന്താണ് എൻ്റെ ജോലി? അതായത് ആസ് എ പെർഫ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം പരത്തുന്നവനായിരിക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സുഗന്ധം നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് തരുന്നത്. ഇപ്പം യൂസഫ് ഭായ് ഏകദേശം ഇങ്ങോട്ട് വന്നേക്ക് 38 വർഷമാകുന്നു. അപ്പം ഈ 38 വർഷത്തിനുള്ളിൽ ശരിക്കും ജീവിതത്തിൻ്റെ ഓർമ്മകൾ നോക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത്? വാസ്തവം പറഞ്ഞ പെർഫ്യൂം സ്മരണകൾ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഓർക്കോ അതിലൊക്കെ നമ്മളുടെ ഗന്ധങ്ങളും നമ്മളുടെ സ്മരണകളും ഉണ്ടായിരിക്കും. നിസ്സാരമല്ല. നമ്മളൊരു ഏത് മനുഷ്യനും ഒരു റൂട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതുമാത്രമായ ആത്മാർത്ഥ ഡെഡിക്കേറ്റ്, ഓടിയും ചാടിയും വീണ്ടും അതിൽ നിന്ന് മണ്ണും പുരണ്ടും ചോര പുരണ്ടും വീണ്ടും എന്നിട്ട് വേണം നമ്മളൊരു റിസൾട്ട് എത്താൻ. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും, ഞാൻ എന്ന ഈ യൂസഫ് മടപ്പേനാണ് എൻ്റെ പേര്, ഈ ഇതിലേക്ക് എത്താൻ ഒരുപാട് ഇതേപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഫോട്ടോഗ്രാഫറായിരുന്നു. ആ ഫോട്ടോഗ്രാഫറിൽ നിന്ന് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യുന്നിടത്തുനിന്ന് ഔട്ട്ഡോർ സെയിൽസായിട്ട് നമ്മൾ പെർഫ്യൂമുകൾ പെർ ഡസനായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യലും, ബസ്സിൽ പോയിട്ടും ചെറിയ സ്റ്റോർ എടുത്തിട്ട് മേക്ക് ചെയ്തിട്ടും കറണ്ട് കട്ടായിട്ടും അങ്ങനെ ഒരുപാട് എത്തിയിട്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിയത് തന്നെ. അൽഹംദുലില്ലാ, പഠിച്ച തമ്പുരാനോട് ഞാൻ പറയാം, ഏത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ആത്മാർത്ഥതയോട് ചെയ്യുക. അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിന് വീണ്ടും ഒരു വീഴ്ച കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തളർച്ച കൊണ്ടോ നമ്മളതവിടെ അതിനെ മാറ്റി വെക്കാതെ നമ്മളതിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അത് അനുഭവിച്ചറിയുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ വരുന്ന പുതിയ തലമുറയോട് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അർപ്പണബോധം ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ എന്തിലാണ് ഒരുപക്ഷെ ഞാൻ എത്തപ്പെടാതെ പോയ കുറേ മേഖലകളുണ്ട്. അതെൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. ഞാൻ ക്ലേ മോഡലിങ്ങിൽ ഫസ്റ്റായിരുന്നു പഠിക്കുന്ന കാലത്ത്, പെൻസിൽ ഡ്രോയിങ്ങിൽ ഫസ്റ്റായിരുന്നു, പെയിൻറ്റിങ്ങിൽ ഫസ്റ്റായിരുന്നു. ഇതൊന്നും കൂടാതെ ഡാൻസ്, അതായത് അന്നത്തെ കാലത്ത് തോടയം സ്റ്റൈല് ഭരതനാട്യം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നെ അറിയപ്പെടുന്നത് ഇന്നും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എന്നെ അറിയപ്പെടാവുന്നത് ഡിസ്കോ യൂസഫായിട്ടാണ്. ഒരു ഡിസ്കോ ഡാൻസറായിരുന്നു. അന്നത്തെ കാലത്ത് 17-ാമത്തെ 16-ാമത്തെ വയസ്സിൽ പോലും ഞാൻ ഡാൻസ് മാസ്റ്ററായിട്ട് പല സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അൽഹംദുലില്ലാ ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്പോർട്സ് 100 മീറ്റർ 200 മീറ്റർ പോൾ വാൾട്ട് ഏത് ഐറ്റംസിലും ഞാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്നെ വിളിച്ചിരുന്നൊരു പേരുണ്ട്. എൻ്റെ സ്കൂൾ ടീച്ചർമാർക്കും അവർക്കൊക്കെ എപ്പോഴും അറിയാം, സകലകലാവല്ലഭൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എല്ലാ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ പറഞ്ഞില്ല, അർപ്പണാബോധം ഉണ്ടാവുക, ഡെഡിക്കേറ്റ്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 100 മീറ്ററും 200 മീറ്ററിലും മാസ്റ്റേഴ്സിൽ ചാമ്പ്യനാണ് ഞാൻ. ഇൻ്റർനാഷണലായിട്ടും നാഷണൽ ലെവലിൽ ഞാൻ പോയിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട്
എന്നിരുന്നാലും ഞാൻ പഠിച്ചിരുന്ന കാലത്ത് സ്കൂൾ കട്ട് ചെയ്തിട്ട് അന്നത്തെ കാലത്ത് സ്കൂൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സർലീന തിയേറ്റർ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുന്നത്, ആ സർലീന തിയേറ്ററിൽ ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കണേക്കാൾ മുമ്പ് കുറേ നേരത്തെ പോയിട്ട് ആ ഒരു ഇടവഴി പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ പോയിട്ട് നേരത്തെ പോയിട്ട് നിൽക്കും വെറുതെ. എന്നിട്ട് ആകുമ്പോൾ നമ്മളെ പേരുകൾ എഴുതിടുക, യൂസുഫെന്നോ അല്ലെങ്കിൽ ഓരോന്ന് എഴുതും. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ മൂത്താപ്പാടെ മക്കളും അവരൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കമ്പനി ആയിട്ട് ഞങ്ങളുടെ മണത്തല സ്കൂൾ ഞങ്ങൾ പോകുന്ന വഴി, അന്ന് ഓട്ടോറിക്ഷ ഇതൊന്നുമല്ല, സൈക്കിളും ഇല്ല. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടി പോകും. ഈ പള്ളിക്കാടാണ് വലിയ മണത്തല ഗ്രൗണ്ട്. അത് കേൾക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവും. ആ കാട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒളിക്കല്ല, അവിടെ ഇരിക്കും, തുണി വിരിക്കും, ട്രൗസർ ഉണ്ടാകും. എന്നിട്ട് തുണി വിരിച്ചിട്ട് കൊട്ടൊക്കെ കൊണ്ടുവന്നിടും, അതിൽ മുല്ലപ്പൂ കൊണ്ടുവന്നിടും, അതിൽ കൊങ്ങിണിപ്പൂ അങ്ങനെ വിളിക്കും. പിന്നെ ഓരോ പുല്ലുകളും എന്ന് വെച്ചിട്ട് നമ്മൾ വലിച്ചാൽ കിട്ടുന്ന ചില തേനുകളുണ്ട്, അത് കൊട്ടക്കായ എന്ന് പറയും. കൊട്ടക്കായ, പിന്നെ ചെറിയ ചെറിയ പേരക്കകളുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്നെ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ഫീലിങ്ങുകൾ, ഓരോ പുല്ലിൻ്റെ നമ്മൾ വലിച്ചിരുന്ന മണങ്ങളും നമ്മൾ കഴിച്ചിരുന്ന ആ കൊങ്കിണിപ്പൂവിൻ്റെ ഫീലിങ്, അല്ലെങ്കിൽ നമ്മൾ നീണ്ടിട്ടൊരു അതിനെന്താ പറയാൻ എനിക്കറിയില്ല, അതിൻ്റെ അടിയിലൊരു ആയുർവേദിക് ഹെർബലായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉണ്ട്. ഇങ്ങനെ ഒരു കണ്ടേജ് ഒരു പന പോലെ തോന്നും, നീണ്ടിട്ടുള്ള സാധനം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ കഴിക്കുക. അതൊക്കെ ഇപ്പം ഇങ്ങനെ അത് വരുമ്പോൾ ശരിക്കും ആ സാധനങ്ങളും ആ അതിലുള്ള ഇൻഗ്രീഡിയങ്ങളൊക്കെ ഇപ്പോൾ നമ്മളുടെ പെർഫ്യൂം ഫീൽഡിൽ എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ വേലിക്കെട്ടുകളായിരുന്നു, മതിലുകൾ ഉണ്ടായിരുന്നില്ല. ആ വേലിക്കെട്ടുമ്പിൽ പറയാനുണ്ടല്ലോ എനിക്ക് ചീമക്കൊന്ന, ചെമ്പരത്തിപ്പൂവ്, മുല്ലപ്പൂവ്, ഒരുപാട് നീൽക്കോര്യ, അങ്ങനെ പല അതിൻ്റെ ഒക്കെ മണങ്ങൾ ഇപ്പോൾ വാസം പറഞ്ഞാൽ എനിക്കിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുക. അതിങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് അപ്പം ഒരുപാട് തന്നെ അൽഹംദുലില്ലാ സത്യമായിട്ട് പറയാം, പ്രൗഡ് ബി, ഞാനൊരു മലയാളി എന്ന നിലക്ക് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ മണങ്ങളും ആ സ്പൈസി തിങ്സും. ഈവൻ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മണങ്ങളുണ്ടാകും. നമ്മുടെ വർഗ്ഗങ്ങൾക്ക് മണങ്ങളുണ്ട്, നമ്മുടെ പ്രവൃത്തികൾക്ക് മണങ്ങളുണ്ട്. അതിപ്പോൾ ഒരു പക്ഷേ പറയുമ്പോൾ വശമുണ്ട കരുവാന്മാർ, തട്ടാന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ പണിക്ക് പോകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ മുല്ലാക്ക അത്ര അങ്ങനെ പല മണങ്ങളും നമുക്ക് ഓരോ വ്യക്തിത്വത്തിനും മണങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് അത് ഒരു പക്ഷേ എൻ്റെ യാത്രകളിൽ, ഞാൻ ചെയ്യുന്ന യാത്രകളിൽ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാലോ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ഒരേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ എന്നെ ഒരുപാട് ഉപകാരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെർഫ്യൂം മേക്കിങ്ങിനൊക്കെ വരുമ്പോൾ ഈ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമുക്ക് കിട്ടുന്ന മണം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളിലും ഓരോ വസ്തുക്കളിലും നമുക്ക് ആ മണം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് യാത്രകളും ചെയ്യുന്ന ആളാണ്. അപ്പം എപ്പോഴെങ്കിലും നമുക്ക് പെട്ടെന്നൊരു സട്ടിലായിട്ട് പെട്ടെന്നൊരു മണം കിട്ടുകയും അത് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും നിലനിൽക്കുന്ന സുഗന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറയണമെന്നുണ്ടെങ്കിൽ ആസ് എ സ്മൈലാണ്. ഒരു പക്ഷേ ഞാൻ അടിച്ച പെർഫ്യൂം നിങ്ങൾക്ക് ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ നിങ്ങളടുത്ത് എങ്ങനെ പുഞ്ചിരിച്ച് സംസാരിച്ചു അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൽ ഒരു നല്ല ഗന്ധമായിട്ട് കിടക്കും. ഏറ്റവും നന്നായി പെരുമാറുന്നതും ഏറ്റവും നന്നായിട്ട് നമ്മളടുത്ത് പെരുമാറുന്ന ആ പുഞ്ചിരികളാവായിരിക്കും, അതായിരിക്കും നമ്മുടെ മനസ്സിലിരിക്കുക. അതിന് ഉദാഹരണം പറയാൻ ചിലപ്പോൾ എൻ്റെ വരുന്ന കസ്റ്റമേഴ്സിനോട് ചോദിക്കാണ്ട് ഏറ്റവും വില കൂടിയ പെർഫ്യൂം തരാൻ പറയും. അപ്പം ഞാൻ അവരോട് ഉദാഹരണം പറയുന്നത് എന്താ പറയും, എൻ്റെ അടുത്ത് ജപ്പാനിൽ നിന്നൊരു പെണ്ണ് വന്നു, ഒരു പെൺകുട്ടി. അവളുടെ അടുത്ത് ഒരു അറൗണ്ട് 6 ml ബോട്ടിൽ, അരത്തോല ബോട്ടിൽ കയ്യിലുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ ജപ്പാനിൽ നിന്ന് വന്നാണ്, എനിക്ക് പെർഫ്യൂം ഇതിൻ്റെ മണം ഉണ്ടാക്കി തരുന്നത്. ഞാൻ ആലോചിച്ചു, എനിക്ക് പെട്ടെന്ന് ആ മണം കിട്ടി. പക്ഷെ അവൾ പറഞ്ഞു, ഞാൻ ഈ മണങ്ങൾ തേടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് എനിക്ക് കറക്റ്റ് മണം കിട്ടിയില്ല. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ യൂസുഫ് ഭായിനെ കൊണ്ടേ പറ്റുള്ളൂ. ഞാൻ വന്നിട്ട് 3 ദിവസമായിപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറിജിനൽ അറബിൽ താമസിക്കുന്നു. ഞാൻ ജപ്പാനിൽ നിന്ന് വന്നതാണ്. എന്നെ സംബന്ധിച്ച് ആ പെർഫ്യൂമിൻ്റെ വാല്യൂ ഓൺലി 30 ദിർഹം. എന്നെ സംബന്ധിച്ച് ആ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപയുള്ളൂ, 30 ദിർഹംസ്. പക്ഷെ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ട്രാവൽ, ഞാൻ താമസിച്ച അതൊന്നല്ല, അതിനേക്കാൾ വാല്യൂ അവളുടെ ഉമ്മാടെ, അതായത് മമ്മിയുടെ മണമാണ്. അവർ ഉപയോഗിച്ചിരുന്ന ഫ്രാഗ്രൻസാണ്. അതിനു വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ട്രാവൽ ചെയ്യുന്നു, അത് ആ മണം തേടി വരുന്നത്. അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ. അല്ലാതെ വില കൂടിയ പെർഫ്യൂമുകളല്ല, നമ്മളെ വേണ്ടപ്പെട്ടവരുടെ മണങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് നടക്കുന്ന ഒരുപക്ഷെ നമ്മളുടെ കലാഭവൻ സുധി അദ്ദേഹത്തിൻ്റെ വൈഫിന് കൊടുത്തയച്ചിട്ടൊരു ക്ലോത്ത് കൊണ്ടുവന്നിരിക്കും. അതിൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ
കാരണം അതിൽ എന്തായിരുന്നു, ബ്ലഡിൻ്റെ മണവും വേർപ്പിൻ്റെ മണവും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ആ മണങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ കാരണം മരിച്ചപ്പോഴുണ്ടായിരുന്നു ആ ആക്സിഡൻറ്റ് സമയത്ത്, അത് എന്നെ വല്ലാതെ ഫീൽ ചെയ്തു. അതുപോലെ ഒരുപാട് ജനങ്ങൾ തേടി വരുമ്പോഴാണ്, അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മണം എന്ന് പറയാറ് ഞാൻ. അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള മണം. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ മരണപ്പെട്ടു പോകുന്നവരുടെ മണം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇമോഷണലാണ്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഭയങ്കര സ്പിരിച്വൽ എലമെന്റ് കൂടെ ഉണ്ട്. ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്, ചിലരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളുടെ കൂടെ വരും. കാരണം അവർ പറയുന്നത് ഇത്രയും കാലത്തെ സത്യം നിങ്ങൾ പറയൂ എന്നായിരിക്കും പറയുന്നത്. കാരണം ആ പോസ്റ്റ്മോർട്ടം റിസൾട്ടിലായിരിക്കുമല്ലോ എല്ലാം ഇരിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ഈ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ഈ ഒരു സുഗന്ധം റീക്രിയേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഹോണ്ട് ചെയ്ത ഇമോഷൻ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറേ ദിവസത്തേക്ക് ആ ഒരു ഇമോഷൻസ് നിൽക്കും, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആസ് എ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്തായിരിക്കണം, അയാൾ ചെയ്യുന്ന പ്രവൃത്തിനോട്, ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് നമ്മളൊരു കഥ എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾ ആ കഥാപാത്രങ്ങളുടെയും ആ ചിത്രങ്ങളെല്ലാം മനസ്സിലോട്ട് ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം. അത് കൊണ്ടുകഴിഞ്ഞിട്ട് ആ ചിത്രങ്ങളും ആ ഫോട്ടോകളും ആരായിരിക്കണം, കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് അയാളെ മനസ്സിൽ താലോലിച്ച് കൊണ്ടെടുത്ത് ക്രിയേറ്റീവ് ചെയ്യാം. എന്നിട്ട് അത് ആസ് എ ആർട്ടിസ്റ്റ്, ഒരു പക്ഷേ ഹീറോ മമ്മൂട്ടി ആവാം, മോഹൻലാൽ ആവാം, അവർക്ക് അതേ ഭാഷയിൽ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലാണ് അവരത് ഉൾക്കൊണ്ടിട്ട് അവർ ആ കഥാപാത്രത്തിനോട് ഉൾക്കൊണ്ടിട്ട് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അത് അവരുടെ മനസ്സിലും ഇരിക്കും, അവരുടെ ശരീരത്തിലും ഇരിക്കും, അവരുടെ മൈൻഡിലും ഇരിക്കും. എന്നേമാതിരി ഞങ്ങളൊരു ഫ്രാഗ്രൻസ് കിട്ടുമ്പോൾ അയാളുടെ ഏജ്, അയാൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, അയാൾ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു, ഒരു പക്ഷേ എന്ത് മണങ്ങൾ, അയാളുടെ വേർപ്പ്, ഏത് നാട്, എല്ലാ മണങ്ങളും നിങ്ങളുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക എങ്ങനെ, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമ്മുടെ വേർപ്പിൻ്റെ മണമുണ്ടാകും. അപ്പോൾ ഇന്ത്യൻ ഫുഡിന്, ഇന്ത്യൻ വേർപ്പിന് വേറെ മണമുണ്ടാവാം, എല്ലാവരും വേർപ്പിൻ്റെ മണങ്ങൾ വ്യത്യാസങ്ങളാണ്. പക്ഷേ നമ്മളൊരു ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വേർപ്പിൻ്റെ മണം വേറെയാണ്, ആഫ്രിക്കൻ വേർപ്പിൻ്റെ മണം വേറെയാണ്, റഷ്യൻ വേർപ്പിൻ്റെ മണങ്ങൾ വേറെയാണ്. എന്നിട്ട് അതിൽ നിന്ന് വേണം ഈ വ്യക്തികളുടെ മണങ്ങൾ നമ്മൾ തിരിച്ചെടുക്കാൻ. അതൊരു വല്ലാത്ത സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അടുത്ത് വന്ന എറണാകുളത്ത് നിന്നൊരു ഉമ്മ വന്നിരുന്നു. ഉമ്മയുടെ കൂടെ 60 വർഷം ജീവിച്ചിരുന്ന ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷം മിസ്സായിട്ട് അയാളുടെ ഷർട്ടുമായി താങ്ങിപ്പോകുന്നത്. പക്ഷേ ആ മണം ഒരു പക്ഷേ എനിക്ക് മണത്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡിൽ സെറ്റ്, അതായത് ആ വൈഫിൻ്റെ മനസ്സിൽ ആ മണം ഇങ്ങനെ എപ്പോൾ നോക്കിയാലും മണത്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നമുക്കൊരു സാധനത്തിനോട് പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ പ്രണയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതും ചിന്തിക്കുന്നതും പ്രവൃത്തിയും, നമുക്കൊരു ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയത്തിൽ ഒരു പെൺകുട്ടിനെ പ്രണയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ പോകുമ്പോൾ അത് അവളായി തോന്നും, അവളുടെ മുടി പോലെ തോന്നും, അവൾ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടായിരിക്കാം. നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടിക്ക്, ആദ്യം പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് ഗിഫ്റ്റോ ചെരുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോതിരമോ മാല കറക്റ്റ് സൈസായിരിക്കും, അവളുടെ അളവ് നമ്മൾ എടുക്കണമെന്നില്ല. എന്താണ് അതിനോടുള്ള പ്രണയം. അപ്പോൾ പ്രണയങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ടുണ്ടാവുമോ അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നമുക്ക് അളവുകളോ മെഷർമെൻറ്റോ ഒന്നും വേണ്ട. അത് നമ്മളുടെ ആ പ്രണയം, നമ്മളതിനെ പ്രണയിച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ ഇങ്ങനെ കുറച്ച് നേരത്തുണ്ടാവും. ഏത് സാധനത്തിന് നമ്മൾ കൂടുതൽ പ്രണയിക്കുന്നത് അത് അത് ചിലവർക്കും, ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോറി എഴുതുന്ന വ്യക്തി ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യൂസുഫ് ഭായി ആണെന്ന് പറയും. അപ്പോൾ എന്ന് ചോദിക്കുക എങ്ങനെ, ഞാൻ സ്റ്റോറി എഴുതുന്നില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ, ഒരു ഗേൾ ഫ്രണ്ടിനാവട്ടെ, ഒരു ബോയ് ഫ്രണ്ടിനാവട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനാവട്ടെ, അല്ലെങ്കിൽ ഉപ്പാക്കാവട്ടെ, ഉമ്മാടമാണ്, അവർക്ക് ആദ്യമായിട്ട് തരുന്ന പെർഫ്യൂം, അവിടെ തുടങ്ങുന്ന സ്റ്റോറി. ഒരു പക്ഷേ എൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഗന്ധം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എന്നെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയ മണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന മണം, എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഓരോ പെർഫ്യൂമിലും ഓരോ സ്റ്റോറികളുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോറി ചെയ്ത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസുഫ് ഭായ് നിങ്ങൾക്ക് പറയാം. ഈ മണം നമ്മൾ സെൻസ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അപ്പം നമ്മളെപ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കണം. പ്രത്യേകിച്ചും ഈ ദൂരെ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്ന, അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് അവർ വരുന്ന അതേ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെൻസിങ്, ആ ഒരു സാധനം എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്തു പോകുന്നത്? ഒരു മണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മണം അതൊരു ചാലഞ്ചായിട്ട്, ഒരു പക്ഷേ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം, എന്നെ ഹാപ്പിയാക്കുന്ന മൂഡ്
ഒരു മണമുണ്ടാക്കിയിട്ട് അത് ആ മണം ഞാനിങ്ങനെ ഫീൽ ചെയ്തിട്ട് അത് അടിച്ചു കൊടുത്തിട്ട് അവരിൽ കിട്ടുന്ന ആ ചുണ്ടിൽ കാണുന്ന ആ കണ്ണിൽ കാണുന്ന ഒന്ന് ആ തുള്ളി ആനന്ദശ്രുവാവാം ആ പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ഓ മമ്മ എങ്ങനെയാണ് ആസ് എ പെർഫ്യൂമർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. സക്സസ് ആയിക്കാൻ ഉണ്ടാവുക. അപ്പോൾ കിട്ടുന്ന ശരിക്കും നമ്മൾ പറയില്ല, മലയാളത്തിൽ പറയുന്നത് റോമൊക്കെ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാവും. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് പൈസയാണോ? അല്ല, ഒരുപക്ഷെ അതിനോടുള്ള ഇഷ്ടങ്ങളാണ്. അത് ഉണ്ടാക്കി കിട്ടുന്നൊരു എനർജി ഉണ്ടാവുള്ളൂ. ഓ ഞാനൊരു എന്തോ ചെയ്തു എന്നുള്ളത്. കാരണം പെർഫ്യൂമിനോ ഈ കളറുകളുണ്ടാകും, ഗന്ധങ്ങൾക്ക് ചിത്രങ്ങളുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് ഒരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഉപ്പ ഉപയോഗിച്ചെന്ന എൻ്റെ ഉപ്പാടെ ചിത്രവും എൻ്റെ ഉപ്പാടെ രൂപവും ഉപ്പാടെ മണവും എനിക്ക് കിട്ടുക. അതേപോലെ ഒരു ഉമ്മാടെ മണം, അല്ലെന്നുണ്ടെങ്കിൽ ആയിരുന്നു നമ്മുടെ കല്യാണത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ച, അല്ലെങ്കിൽ ഒരു പാട്ട് പോലും ആ മണങ്ങൾ ഒരുപാട് കണക്റ്റീവാണ്. സുഗന്ധവും മ്യൂസിക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട് നമ്മളെ. അതിലും ഇതേ പറഞ്ഞ മാതിരി ആരോഹണം അവരോഹണം അങ്ങനെ പലതുണ്ട്. അതേമാതിരിയാണ് ടോപ്പ് നോട്ട്, മിഡിൽ നോട്ട്, ബേസ് നോട്ടായിട്ട്. അതേമാതിരിയാണ് അത് ഫ്രാഗ്രൻസുകൾ ആദ്യമായിട്ട് കിട്ടുന്ന ആദ്യത്തെ 5 മിനിറ്റിൽ കിട്ടുന്ന മണങ്ങൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് നോട്ടായി, പിന്നെ കിട്ടുന്ന മിഡിലായിട്ട് കിട്ടുന്ന ബേസ് നോട്ട്, പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന മണമാണ് ദ ബേസ്. അതേപോലെയാണ് ചില മ്യൂസിക്കുകൾ. ഇപ്പോൾ നമ്മൾ ഒരു കാലഘട്ടങ്ങൾ ഓർമ്മ വരുത്താൻ ഒരു പെർഫ്യൂം എടുത്തു കഴിഞ്ഞാൽ ആ ചിത്രങ്ങളും ആ ഏരിയയെ പോലും നമുക്ക് ഓർമ്മ വരുത്താം. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന മണങ്ങൾ, അല്ലെങ്കിൽ ടീച്ചറുടെ മുല്ലപ്പൂവിൻ്റെ മണങ്ങൾ, ഒക്കെ കാലഘട്ടങ്ങൾ നമുക്ക് ഒരു പെർഫ്യൂം അടിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി എൻ്റെ അടുത്തൊരു പ്ലാൻ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കാണ്. ഓരോ മണങ്ങളെ കൊണ്ടും ഓരോ കാലഘട്ടം അവരുടെ പെർഫ്യൂമുകൾ അതിനോട് എത്രത്തോളം അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ട് ഞാൻ കണ്ണ് കെട്ടിയിട്ടുള്ള പരിപാടി ചെയ്യാനുള്ള മനസ്സിലുണ്ട്. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മുഖം മാത്രമാണ്. മുഖത്തിനേക്കാൾ സൗന്ദര്യമാണ് നിങ്ങളുടെ ഗന്ധങ്ങൾക്ക്. കണ്ണുപൊട്ടന് പോലും നിങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഗന്ധമുണ്ടാവും. ഏറ്റവും നല്ല സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗന്ധമാണ്. കാരണം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഒരു ബ്യൂട്ടിഫുൾ ഗേൾ തന്നെ വന്നു കഴിഞ്ഞാലും അവൾക്ക് ആ മണത്തിന്, അവൾക്ക് എനിക്കിഷ്ടപ്പെടാത്ത മണമാണെങ്കിൽ എനിക്കൊരിക്കലും അവരെ അത്ര കണ്ട് ക്ലോസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പക്ഷെ പറയും ഗന്ധം ഗന്ധം ഗന്ധം. ഈ പെർഫ്യൂം എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇത്രയും ആൾക്കാർക്ക് വ്യത്യസ്തമായ മണങ്ങളിൽ കൂടി ഐഡൻറ്റിറ്റി കൊടുക്കുന്ന യൂസഫ് ഭായിയുടെ ഒരു സുഗന്ധത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഗന്ധം താങ്കൾ ഉപയോഗിക്കുന്നത്? ഞാനത് പറഞ്ഞ് നിർത്തിയോർത്തും തുടങ്ങാമല്ലോ. ഏറ്റവും നല്ല ഐഡൻറ്റിറ്റി നിങ്ങളുടെ പുഞ്ചിരിയാണ്. ആ ഐഡൻറ്റിറ്റിയാണ് എന്നെ ഒരു പക്ഷേ ആര് വരുമ്പോഴും ആര് പോകുമ്പോഴും ഞാൻ കൊടുക്കുന്ന എൻ്റെ സുഗന്ധം എൻ്റെ പുഞ്ചിരിയാണ്. ഞാൻ നല്ലൊരു പെർഫ്യൂം അടിച്ചിട്ട് ചിരിക്കാതെയും മൊയ്ക്കാതെയും എൻ്റെ നോസ്, അതായത് ഒരു പൊങ്ങച്ചക്കാരനായി കഴിഞ്ഞാൽ ആ മണം ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കളോടും നിങ്ങളോടും എല്ലാവരോടും പറയാൻ പറയും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പരിമളമാണ് ഏറ്റവും നല്ല മണം. അതിനെ സാധാരണ ഞാൻ ചാവക്കാട് എന്നുകാരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്താ പറയുക, മോനെ എവിടെ പോയി കഴിഞ്ഞാലും തള്ളാരുടെ പേരും ചൂരും കളയരുത്. അപ്പോൾ പേര് നെയിം, ചൂരെന്താണ്? വാട്ട്സ് മീനിങ് ഓഫ് ചൂര്? അതാണ് ഗന്ധം, അതാണ് പ്രവൃത്തി, സൽക്രമങ്ങൾ, പുഞ്ചിരിയാവാം, അവരുടെ തറവാടിത്തം, അവരുടെ അന്തസ്സ്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വാല്യൂ, അതാണ് യഥാർത്ഥ ഫ്രാഗ്രൻസ്. എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്, യു എയിലേക്ക് എത്തുന്നത്? പാസ്പോർട്ട് എടുക്കാനുള്ള പ്രായത്തിൽ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് പോന്നു. വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബക്കാലപ്പീടിയാണ്. ബക്കാല മീൻസ് ഗ്രോസറി. അതിൽ നിന്ന് തൊട്ടടുത്ത് എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡിയോ അല്ല, അനിൽ എൻ്റെ ഫോട്ടോഗ്രാഫറിൻ്റെ ഗുരുവാണ്. ഞാൻ അവിടെ പോയിട്ട് മൂപ്പര് പെയിൻറ്റ് ചെയ്യുന്നതും കളർ പെയിൻറ്റ് ചെയ്യുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ചെയ്യാറാണ്. അത് ചെയ്യണം ഞാൻ നോക്കി നിൽക്കും. 120 ഫിലിമിനെ പൊക്കിയിട്ട് അടക്കണ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് ഈ തുണി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കുക നോക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെ അങ്ങനെ കളറ്. അപ്പം ഞാൻ പറയില്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് ക്ലേ മോഡലിങ്, പെയിൻറ്റിങ്, സകലകലാവല്ലഭനായിരുന്നു.
2 കളറാണ് അന്നത്തെ കളറിങ്ങിൽ ഉപയോഗിക്കുക. കുറേ കളറുണ്ട്. ഫേസിൻ്റെ കളറിന് നമ്മൾ കൊടുക്കുന്ന വൈറ്റ്നെസ്സും ഷേഡോ കൊടുക്കാൻ വേണ്ടിയുള്ള ബ്രൗണും അത് പഞ്ഞി കൊണ്ട് ഇങ്ങനെ ചുരട്ടിയെടുക്കും. നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പഞ്ഞു കൊണ്ട് ചുരട്ടിയെടുത്തിട്ട് ഷർട്ടിനും എന്ത് കള്ളിയിട്ടാലും വേണ്ടിയില്ല പുള്ളിയിട്ടാലും വേണ്ടി ഷർട്ടിന് ഒറ്റ കളർ അടിക്കും. ഞാനൊരു ദിവസം ഈ കളർ ഫോട്ടോ ചെയ്യുമ്പോൾ അയാൾ ഇട്ടിരിക്കുന്നത് ഇതേപോലത്തെ കള്ളി പുള്ളിയുള്ള ഷർട്ടാണ്. ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ പ്രിൻറ്റ് ചെയ്തിട്ട് എന്നോട് ഏകദേശം ഒരു കളർ ചെയ്യണം, ഫേസിന്മേത്ത് കളർ ചെയ്യണം ഇത് കാണിച്ചപ്പോൾ എനിക്ക് പെൻസിൽ ഡ്രോയിങ് അറിയുന്നതാണല്ലോ. കാരണം നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഷേഡോ കൊടുക്കാൻ നമ്മൾ വരക്കരുത്, ആ ഷേഡോ കൊടുക്കണം എന്നുള്ള. അപ്പോൾ അതേമാതിരി ഷേഡൊക്കെ കൊടുത്ത് അപ്പോൾ ആ കള്ളി ഷർട്ടിൽ ഈച്ച് ആൻഡ് കള്ളിയിൽ ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ട് എന്നെ പഠിപ്പിച്ച മൂപ്പരും ചെട്ടി എനിക്ക് എന്നോട് വെച്ച് അന്ന് മുതൽ കളർ ചെയ്യാൻ വേണ്ടി എന്നോട് വിളിക്കും. കളർ ചെയ്യിപ്പിച്ചിട്ട് നെക്സ്റ്റ് മന്ത് മൂപ്പര് എൻ്റെ അടുത്ത് പറഞ്ഞ് യൂസുഫ് ഭായി ഞാൻ നാട്ടിൽ പോവാണ്, ഈ സ്റ്റുഡിയോ നീ 6 മാസത്തിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട്. ഒന്നും അറിയാത്ത ഞാൻ അവിടുന്ന് തുടങ്ങിയ പ്രയാണമാണ് ഫോട്ടോഗ്രാഫും കളറും ബ്ലെൻഡിങ്ങും മിക്സിങ്ങും അവിടുന്ന് തുടങ്ങി. ഒരുപാട് പേരുടെ മണങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പം എപ്പോഴെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വന്തമായിട്ട് ആരെങ്കിലും മണം എപ്പോഴും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ താങ്കളുടെ ഓർമ്മകളിൽ? കുടുംബത്തിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഞാൻ പലരും പറഞ്ഞുള്ളതാണ്. എൻ്റെ ഉപ്പാടോ ബ്രൂട്ടിൻ്റെ മണം, റോയൽ മാരേജിൻ്റെ മണം, സാൻഡൽ, രാസനാദിപ്പൊടി എൻ്റെ ഉപ്പ എപ്പോഴും തലേ തേൽക്കും. കാരണം ജുമായക്ക് പോണ നേരത്ത് കുളിച്ചിട്ട് എന്തിനാണെന്ന് തേക്കണമെന്ന് എനിക്കറിയില്ല. അതിനെന്തോ മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കാറ്. നമ്മളത് പറയാറുണ്ട്, തലേ തേൽക്കുന്നത് നല്ലതാണ് രാസനാദിപ്പൊടി. ആ മണങ്ങൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളായിട്ട്. എൻ്റെ ഉമ്മ നിസ്കരിക്കുമ്പോൾ ഇടുമ്പോൾ ഒരു അത്തറുണ്ട് ബറക്ക, അതൊക്കെ ഇപ്പോഴും നമ്മുടെ അടുത്ത് അതൊന്നും നമ്മൾ സെയിൽസിനോ കച്ചവടത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അതായിട്ടുണ്ട്. അത് നമ്മൾ ആ മണങ്ങളായിട്ട് അത് നമ്മൾ അവരുടെ ഓർമ്മകളാണ്. എൻ്റെ ഉമ്മയുടെ നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മുസലയുടെ മണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് എൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളായിട്ട് അത് എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് പ്രണയിക്കാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവരും എല്ലാ ജീവിതത്തിലും സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ ഇപ്പോഴും പ്രണയിക്കുന്നവരുണ്ടാവും. അതുപോലെ ആദ്യമായിട്ടുണ്ടാകുന്ന പ്രണയങ്ങൾക്കും നമ്മൾ സ്വകാര്യ അവരുടേതായ ചില മണങ്ങൾ നമുക്ക് ഉണ്ടാവാം. താങ്കളുടെ പ്രണയം എന്താണ് യൂസുഫ് ഭായിക്ക് പ്രണയം എന്ന് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താണ് താങ്കളുടെ പ്രണയം? എൻ്റെ പ്രണയം ഗന്ധത്തിനോടാണ്. അപ്പോൾ അവിടെയാണ് ചോദ്യം, എന്താണ് ഗന്ധം? ഏത് ഗന്ധം? ആരുടെ ഗന്ധം? അവിടെയാണ് ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് എങ്ങനെയൊക്കെ നന്നായി പെരുമാറുന്നോ അതൊക്കെ നല്ല മണങ്ങളും നല്ല ഗന്ധങ്ങളുമായിട്ട് ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കും. അതിനൊക്കെ ഓരോ തട്ടുകളുണ്ടാവാം. ഒരു പക്ഷേ വേണ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ മണങ്ങൾ അത് വേറെ തട്ടിൽ നിൽക്കും, അതിൻ്റെ മാറ്റം. എന്നിരുന്നാലും ഒക്കെ ഓരോ തട്ടുകളായിട്ട് എത്രമാത്രം നമ്പേഴ്സ് ഉണ്ട് ലോകത്ത്, അത്രമാത്രം മണങ്ങളുണ്ട്, അത്രമാത്രം ഗന്ധങ്ങളുണ്ട്. അതേ പറഞ്ഞ മാതിരി നമ്മളോട് അപ്പോൾ ചോദിക്കും, വടക്ക് മണങ്ങൾ മനസ്സിലിരിക്കില്ലേ? വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വേണ്ടാത്ത തരത്തിൽ ഒന്നുപോലെ കയർത്തിട്ടോ ആ മണം ഞാൻ സൂക്ഷിക്കാറില്ല. അയാളെപ്പറ്റി ഞാൻ ആലോചിക്കാറില്ല. എല്ലാവരിലും ഗന്ധങ്ങളുണ്ട്. ചിലവരുടെ നല്ല സുഗന്ധങ്ങൾ നിങ്ങളിൽ വന്നിട്ട് ഹായ് ഹലോ വായെന്ന് പറഞ്ഞിട്ട് ആ നല്ല ഗന്ധങ്ങൾ നിങ്ങൾക്ക് തരുകയാണ്, ചൊരിയാണ് ചെയ്യുന്നത്. എല്ലാവരിലും ചിലവരിലും ദുർഗന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ടായിരിക്കും. അത് പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴാവാം, അല്ലെന്നുണ്ടെങ്കിൽ കടയിൽ കയറുന്ന നേരത്ത്, യാത്ര ചെയ്യുന്ന നേരത്തായിരിക്കാം. അയാളുടെ ദുർഗന്ധം അയാളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ദുർഗന്ധങ്ങൾ, അതൊരു പക്ഷേ അയാളുടെ ആ ദുർഗന്ധം വീട്ടിലുണ്ടായ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ മേത്തും ആ ദുർഗന്ധം എറിയും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അയാളുടെ ദുർഗന്ധം എറിയുമ്പോൾ നിങ്ങളുടേതുള്ള സുഗന്ധമാണ്. നിങ്ങൾ അതിന് അതേ ക്രിയേറ്റീവിൽ ആ ദുർഗന്ധം എറിയാതെ അയാൾ കൊടുക്ക് ചാൻസ്, അയാളുടെ ദുർഗന്ധം എറിയട്ടെ പോട്ടെ, നമ്മളത്ര വിചാരിച്ച് അത് മനസ്സിൽ വെക്കാതെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾ പറയണം, ഞാൻ ഇതുവരെ പറഞ്ഞെത്തിച്ചത് എന്താണ് ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെരുമാറ്റ രീതിയാണ് എവർ ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ്. മനസ്സിലിരിക്കുന്നതും മനസ്സിലിരിക്കാത്തതും ഏറ്റവും നല്ല മണങ്ങൾ ഈ പറഞ്ഞതാണ്. അതിനെ നമ്മൾ പലരും പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാം. പെർഫ്യൂം അതിലാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ വില കൂടിയ പെർഫ്യൂം എന്താണ്, വില കൂടാത്ത പെർഫ്യൂം എന്താണ്. 10 രൂപയുടെ ഒരുപക്ഷെ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്ന 10 രൂപയുടെ പെർഫ്യൂം ആണെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ആസ് എ അമേസിങ്, ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ആ മണം എനിക്ക് ഭയങ്കര മണമായിട്ട് തോന്നും. 10,000 ദിർഹംസ് ഉപയോഗിക്കുന്ന എന്നെ ബുദ്ധിമുട്ടിക്കുന്ന, എൻ്റെ കൂടെ ഒരു ബോസ് ഉണ്ടായിരുന്നു, അയാൾ എന്നെ വന്നിട്ട് എന്നും എന്തെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ആ മണം എനിക്ക് അയാളിലൂടെയാണ് ആ മണത്തെ എനിക്ക്
സ്മരണകളിൽ കൊണ്ടുവരും. അപ്പോൾ ആ മണത്തിന് എനിക്ക് ഇഷ്ടമായിരിക്കില്ല. ഓരോ മണത്തിനും ഓരോ ഇമോഷണൽ സ്റ്റോറി ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറിയാണ് ഓരോ പെർഫ്യൂമും ഓരോ ഇതും. അപ്പോൾ ഏറ്റവും നല്ല സുഗന്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു കൊടുത്ത് ആൾക്കാർ പറയും ഇയാൾ എന്തെങ്കിലും ഗന്ധം പറയുമ്പോൾ വെറും നമ്മളുടെ ക്യാരക്ടറാണ് ഏറ്റവും നല്ല മണങ്ങൾ. അതാണ് വ്യക്തികളോടുള്ള ഒരു ഇഷ്ടമാണല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ ഉപയോഗിക്കുന്ന പെർഫ്യൂം വിലക്കൊണ്ടാണെങ്കിലും എനിക്കത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പം വ്യക്തികളോടുള്ള ഒരു പ്രണയമാണ് നമ്മളുടെ ഒരു മണത്തിലേക്ക്. അതുകൊണ്ടാണല്ലോ ഓരോ ഇതേപോലെ മരിച്ചു പോയിട്ട് മണങ്ങളെ തേടിയിട്ട് യാത്ര ചെയ്തിട്ട് കിലോമീറ്ററോളോളം ചിലവാക്കിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് എത്തിപ്പെടുന്നത്. കാരണം ആ വ്യക്തിനോടുള്ള പ്രണയമാണ് അവർക്ക് ഏറ്റവും വാല്യൂ. അവർക്ക് അതിനേക്കാൾ നല്ല പെർഫ്യൂം ചിലപ്പോൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാലോ 200 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാലോ ആ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും വേറെ പെർഫ്യൂം അയച്ച്. പക്ഷേ ഈ മണം കിട്ടില്ല. അവിടെയാണ് ഈ പെർഫ്യൂമറിൻ്റെ വാല്യൂ. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും ബെസ്റ്റ് വേപ്പൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ മൂക്കാണ്. നിങ്ങളുടെ മൂക്ക് എന്ന് ഇതായി അന്ന് നിങ്ങൾ തീർന്നു. നിങ്ങളുടെ പ്രണയത്തിനും നിങ്ങളുടെ ഭക്ഷണങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കാലാവസ്ഥകൾക്കും എല്ലാം മനസ്സിലാക്കാൻ ഉള്ള കഴിവ് ഈ സാധനത്തിലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചാലഞ്ച് ചെയ്യണം. ടെക്നോളജി എത്തിയിട്ടുണ്ട്. ഒരു പെർഫ്യൂം ബോട്ടിൽ എടുത്തിട്ട് ഞാൻ സ്പ്രേ ചെയ്തിട്ട് അത് ഇന്ന മണമാണെന്ന് പറയാൻ ഏത് ടെക്നോളജിയാണെന്ന് ലോകത്തുള്ളത്? നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ബട്ടണോ അല്ലെങ്കിൽ ഞാൻ വയ്ക്കുന്ന വാച്ചിൻ്റെ ഈ ടൈമിങ്ങോ എൻ്റെ ഈ വോയിസിൻ്റെ ഈ പറഞ്ഞ മാതിരി ടോപ്പും മിഡിൽ നോട്ടും അതേ കറക്റ്റ് ലൈവായിട്ട് ലോകത്ത് എവിടെ വേണേലും കേൾക്കാം, അതിനേക്കാൾ നന്നായിട്ട് കേൾക്കാം. പക്ഷെ ഞാൻ സ്പ്രേ ചെയ്യുന്ന സ്പ്രേയുടെ മണം അതെത്തിക്കാൻ ഇന്നേ വരെ ടെക്നോളജി എത്താത്തടത്തോളം കാലം ലോകത്തെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ഞാൻ പറയും ആസ് എ പെർഫ്യൂമറാണ്. എക്സാക്ട്ലി. ഈ നമ്മൾ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന ഓരോ രീതികളുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ പെർഫ്യൂം ഞാനൊരു കൂടിയ പെർഫ്യൂം വാങ്ങി പക്ഷേ അതെനിക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല എന്ന് പറയും. അപ്പം നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ടിപ്സോ അതെങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു പെർഫ്യൂം ഉപയോഗിക്കേണ്ട രീതി എന്താണ്? പെർഫ്യൂം യൂസ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യം ഫ്രഷ് ആവും. കാരണം നമ്മൾ ഏത് സാധനമായിട്ട് പോളിഷ് ചെയ്യുക, അതായത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് പോളിഷ് ചെയ്യുക. അതേമാതിരിയാണ് പെർഫ്യൂം. നിങ്ങൾ ആദ്യം ക്ലീൻ ആയിട്ട് പെർഫ്യൂം ജസ്റ്റ് സ്പ്രേ അല്ല, പെർഫ്യൂം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്പ്രേ 1 2 3 സ്പ്രേയിൽ ഉപയോഗിക്കുക, നിർത്താതെ സ്പ്രെഡ് ചെയ്യുക. ഇതെല്ലാം ഓരോ തന്മാത്രകളാണ് ഇതിലുള്ള മണങ്ങൾ. എത്ര ഉപയോഗിക്കുന്നു അത്രയും ലാസ്റ്റ് ചെയ്യും. ഒരു ദിവസം എൻ്റെ അഭിപ്രായത്തിൽ പെർഫ്യൂമിൻ്റെ ഫീൽഡിൽ കണ്ട കാലമായ അത് വില കൂടി 10,000ങ്ങളുടെ പെർഫ്യൂം ആവട്ടെ 20,000ൻ്റെ പെർഫ്യൂം ആവട്ടെ 10 രൂപയുടെ പെർഫ്യൂം ആവട്ടെ, അത് ദിവസം 2 ഒരു ഭക്ഷണ രീതി പോലെ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ മണം ലാസ്റ്റ് ചെയ്യും. അല്ലാതെ ഒരു പെർഫ്യൂം അടിച്ചു ഒരു ദിവസം മുഴുവൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ സാൻഡ്വിച്ച് കഴിച്ച ഒരു ദിവസം പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് നമ്മളുടെ കാരണം കാലാവസ്ഥക്കനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പെർഫ്യൂം ലാസ്റ്റ് ചെയ്യില്ല എന്നല്ല പറയുന്നത്. ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു കോട്ടൺ ക്ലോത്തിലോ നിങ്ങൾ അടിച്ചു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആ മണം വന്ന് നോക്കിയാൽ അവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കാലാവസ്ഥക്കനുസരിച്ച് നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യണോ അത്രമാത്രം നിങ്ങളുടെ ആ മലിക്കുളകൾ, അതായത് ആ തന്മാത്രകൾ നിങ്ങൾ പോകുന്ന വഴികളിൽ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. ആര് എത്രമാത്രം ശ്വസിക്കുന്നു, അതായത് എത്രമാത്രം മണം, ആ മണം മറ്റൊരാൾക്ക് കിട്ടി. അത് നിങ്ങളിൽ നിന്നുള്ള മണങ്ങളാണ് അത് പോകുന്നത്. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും തോറും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന വർഗം ആരാണെന്ന് ചോദിക്കാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അറബ്സാണ്, മിഡിൽ ഈസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒരു പെർഫ്യൂം 3 ദിവസം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 × 100 മില്ലി പെർഫ്യൂം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഒരു മാസമോ 3 മാസമോ 4 മാസമോ ഒരു പെർഫ്യൂം ഉപയോഗിച്ചോളൂ. അറബ്സ് അതല്ല ചെയ്യുന്നത്. ഒരു മാസം മോർ ദാൻ 3,000 ദിർഹം പെർഫ്യൂം എത്ര നേരം ഉപയോഗിക്കണമെന്ന് പറയും. അവർക്കറിയാം ഒരു പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി എത്ര ക്വാളിറ്റി ആയാലും ആ പെർഫ്യൂമിൻ്റെ റേഞ്ച് അവർക്കറിയാം. പെർഫ്യൂം ഉപയോഗിക്കുക, സുഗന്ധങ്ങൾ പറക്കട്ടെ, സുഗന്ധങ്ങൾ ഉണ്ടാവട്ടെ, വൃത്തി, അതാണ് പാർട്ട് ഓഫ് പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയ ഘടന. അതാണ് ലാസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുക. പെർഫ്യൂം ഉപയോഗിക്കുക, നന്നായിട്ട് ഡ്രസ് ചെയ്യുക, നന്നായിട്ട് ഇത് ചെയ്യുക. ഈ ചിലർ പറയാറുണ്ട് ഈ ആൽക്കഹോളിക് പെർഫ്യൂമിനേക്കാൾ നല്ല കുറച്ച് നമ്മൾ പെർഫ്യൂം ഓയിൽ നമുക്ക് പലതരം വേരിയൻസ് വരുന്നുണ്ട്. അപ്പം ഏതാണ് ശരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്? നമ്മൾ പെർഫ്യൂം ഓയിലാണോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് കൊണ്ടുള്ള പെർഫ്യൂം ആണോ അതല്ലെങ്കിൽ ഓയിൻമെൻറ്റ് ആണോ? ഏത് തരം പെർഫ്യൂംസ് ആണ് നമുക്ക് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ? പെർഫ്യൂം 2 കൺസെപ്റ്റാണ്. അത്തർ എന്ന് പറഞ്ഞാൽ അത്തർ എന്നാണ് പറയാറ്. ആ അത്തർ മണക്കും, പെർഫ്യൂം സ്പ്രെഡ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഇസ്ലാമിക് കൾച്ചറിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലവർ പറയണേക്കാം സ്പ്രേ ആയിട്ട് ഉപയോഗിക്കണ്ടെന്ന് പറയണേക്കാം. ചിലവർ പറയും ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യണ മണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഓയിലായിരിക്കും. പക്ഷെ അത്
മറ്റുള്ളവരിലേക്ക് എത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ പരട്ടിയിട്ട് നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഹഗ് ചെയ്യുമ്പോഴോ നിങ്ങളെ അതൊക്കെ കിട്ടുമ്പോൾ ആ മണം ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ഏകദേശം ഒരു ഓഫീസ് വർക്കാണോ, നിങ്ങളൊരു കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മണങ്ങൾ പരക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന, അതായത് ആൽക്കഹോൾ ബേസ്ഡ് പെർഫ്യൂം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ. മറ്റേത് നിങ്ങളുടെ സ്കിന്നിലും നിങ്ങളോട് ചേർന്ന് കിടക്കും. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് നല്ല മണങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളും കൂടി നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും നിങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂം ഉപയോഗിക്കാം സ്പ്രേ ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ക്രീമാവാം ലോഷൻ്റെ കൂടെ നിങ്ങൾ പെർഫ്യൂം ഉപയോഗിച്ചാൽ ഒന്നുകൂടി ലാസ്റ്റ് ചെയ്യും. എങ്ങനെയാണ് താങ്കൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത്? ആ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിലാണ് ഒന്നിനു വേണ്ടിയും ഒന്നിനും പ്രണയിക്കരുത്, ഒന്നിനെ ഇഷ്ടപ്പെടും. നിങ്ങളോട് ഞാൻ നന്നായി പെരുമാറുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. എന്തിനു വേണ്ടി നമ്മൾ പെരുമാറിയോ അന്ന് നമ്മൾ അവിടെയാണ് നമ്മളെ വ്യത്യാസം. ആ സുഗന്ധം പരത്തുന്നവനാണ്, ആ സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എപ്പോഴാണ് ഒരാളെടുത്ത് എന്തിനെങ്കിലും പെരുമാറുമ്പോൾ നമ്മളെ തല താരും, നമ്മൾ തല താത്തിക്കൊണ്ടേയിരിക്കും. തല താത്തണ്ടെന്നല്ല ഞാൻ പറയണം, നമ്മൾ ബഹുമാനിക്കണം, എപ്പോഴും മനസ്സിൽ കൊടുക്കണം, ബഹുമാനിക്കണം. ഒന്നിനു വേണ്ടിയും ഒന്നിനെ നമ്മൾ ചെയ്യരുത്. ഒരു കാരണം ഞാൻ കൊടുക്കുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്ന എല്ലാ കിഡ്സിനും ഞാൻ പെർഫ്യൂം ഫ്രീ കൊടുക്കും. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം വല്ലാനെ തന്നെ സത്യം, ഈസ് ഗോഡ് പ്രോമിസ്, ദാസ് കച്ചവട മൈൻഡല്ല. എൻ്റെ വരും തലമുറകൾ സുഗന്ധങ്ങൾ പരത്തട്ടെ, സുഗന്ധങ്ങൾ ഉപയോഗിക്കട്ടെ എന്നുള്ള ഒറ്റ മനസ്സാണ് എൻ്റെ മനസ്സുള്ളത്. അത് യൂസുഫ് ഭായിലേക്ക് നിന്ന് മേടിക്കാൻ ഞാൻ പറയുന്നില്ല. ഒരുപാട് ഞാൻ ഈ പെർഫ്യൂം കൺസെപ്റ്റ് ഞാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ പെർഫ്യൂം ഫീൽഡിലുണ്ട്, തുടങ്ങുന്നുണ്ട്. അവർ തൊട്ടടുത്ത് തുറക്കുമ്പോഴും ഞാൻ തന്നെ പോയിട്ട് ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ പറയുക, ഒരിക്കലും ഞാൻ അവരിലല്ല ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ പ്രവൃത്തി എന്താണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ വളരാം. നിങ്ങളെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, ഒരുപാട് ജനങ്ങൾക്ക് തണലാവട്ടെ, ഒരുപാട് ജനങ്ങൾക്ക് സുഗന്ധങ്ങളാവട്ടെ, അതാണ് കൺസെപ്റ്റ്. ഒന്നിനു വേണ്ടി പ്രണയിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്. യൂസഫ് ഭായ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം അറിയാത്ത ഒരാളെ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതെന്താ യൂസഫ് ഭായ്, ഭയങ്കര ഒരു സ്റ്റൈലിഷ്, ഒരു ഐക്കോണിക് ആണെന്ന് പറയാൻ പറ്റും. അത്ര ഭയങ്കര സ്റ്റൈലിഷ് ആണ് താങ്കളുടെ ഒരു സ്റ്റൈല്, കോസ്റ്റ്യൂം ആൻഡ് എവറിഥിങ് എല്ലാം. എങ്ങനെയാണ് ഈ ഒരു സ്റ്റൈലിലേക്ക് വന്നത്? കാരണം നേരത്തെ പറഞ്ഞു കലാകാരനായിരുന്നു, ഡിസ്കോ കളിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, സകലകലാ വല്ലഭനായിരുന്നു. അപ്പം അന്ന് ചെയ്യാൻ കഴിയാത്തതാണോ ഇപ്പോൾ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റൈലിലേക്ക് വന്നത് എങ്ങനെയാണ്? വാസ്തവം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഡാൻസ്. ഞാനിപ്പോൾ ഇപ്പോഴും പോൾ വാൾട്ട്, ഹൈ ജമ്പ്. പോൾ വാൾട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് നാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ പോൾ വാൾട്ടിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ വെച്ച് എന്തൊക്കെ നിർത്തി അവിടെ നമ്മൾ തോറ്റു കഴിഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ വരുന്ന യുവതലമുറയോട് പറയാനുള്ളതാണ്. ഞാൻ പെർഫ്യൂം മാറ്റി വെച്ചിട്ട് പറയുന്നതാണ്, ആരോഗ്യം ശ്രദ്ധിക്കുക, ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല ബോഡി ഫിറ്റ്നസ്സും നിങ്ങളുടെ ഡ്രസ്സിങ്ങാണ് നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ കാണിക്കുക. നിങ്ങളുടെ ബോഡി ഷേപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് ആ ഫിറ്റ്നസ്സിനെ നമ്മൾ കാണിക്കുക. ഏശ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ പറയില്ല ഞാൻ എന്ന വ്യക്തി മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത്. അല്ല, എൻ്റെ കുടുംബവും എൻ്റെ വൈഫും, അതിൽ എൻ്റെ സഹോദരങ്ങളും എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അനിയന്മാരും എൻ്റെ മക്കളും, അവരെല്ലാവർക്കും അവരുടേതായ ഓരോ ടോപ്പ് നോട്ടായിട്ടും ഓരോ മിഡിലിനായിട്ടും ഓരോ ഫ്രാഗ്രൻസ് ആയിട്ട് അവരുടെ ഭാഗങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഉണ്ടെങ്കിൽ മാത്രമേ ആ മണം പരിമളമായിട്ട് പരക്കുള്ളൂ. ഈ 38 വർഷം നമ്മൾ ഒരു പ്രവാസിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വരാണ്. ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ തുടങ്ങി, ഇപ്പം നമ്മളെല്ലാവരും വിളിക്കുന്നത് പെർഫ്യൂം കിങ് എന്ന ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ശീലങ്ങൾ ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും പഠിച്ച ശീലം മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോഴും പിന്തുടരുന്ന ശീലമുണ്ടോ, ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ? ഏത് സിറ്റുവേഷനാണ് ഞാൻ ജീവിക്കും, ഇഷ്ടമാണ്, അതിൽ എൻജോയ് ചെയ്യും. ഇത് ഒരുപക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും എനിക്കിഷ്ടം തറയാണ്. തറയെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ആ തറയല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ കിടക്കുന്നത് തറയലാണ്. എനിക്കൊരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ, ഒരു തലയാണി ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊടുക്കും. എന്നാലോ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 5 സ്റ്റാറിൽ പോലെ അതേ പറ്റും. പക്ഷേ ആ നാടൻ, ആ മനുഷ്യനായിട്ട്, കടപ്പുറത്തുകാരനായിട്ട്, അല്ല ചാവക്കാടിൻ്റെ പൊന്നോമന മകനായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കാറില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എൻ്റെ പെർഫ്യൂം ഷോപ്പാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ നെക്സ്റ്റ് ജുമേറിൽ ഞങ്ങൾ വരുന്നുണ്ട്, വേറെ ഷോപ്പുകൾ വന്ന് നമ്മളൊരു ബ്രാൻഡിൻ്റെ ഇതാണ്. പക്ഷേ ഞാനെന്ന ആൾ എവിടുന്ന് തുടങ്ങി ആ ഷോപ്പിലാണ്, ഞാനിപ്പോഴും അവിടെയാണ്. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്,
അൽഹംദുലില്ലാ ഞാൻ പടച്ചതമ്പുരാനോട് ശുക്ർ പറയുന്നു. ഒരു ദിവസം പോലും ഈ യൂസുഫ് ഭായി വളരെ സങ്കടം ഇന്നേ വരെ ഞാൻ ജോലിക്ക് മുടങ്ങിയിട്ടില്ല. ദുബൈയിൽ ഞാൻ എന്ന് ജോലിയിലുണ്ടാവും, ആ ജോലിയിലുള്ളിടത്തോളം അൽഹംദുലില്ലാ പടച്ചതമ്പുരാൻ സഹായിച്ചിട്ട് ഇന്നേ വരെ നമുക്ക് അസുഖം എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം. ഒരുപക്ഷെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും എൻ്റെ ചിന്താഗതിയുടെയും പിന്നിലായിരിക്കാം. പനി പോലും തോന്നിയാൽ പോലും ഞാൻ കടയിൽ വന്നിട്ട് അതിനെ ഞാൻ മാറ്റിയെടുത്തിട്ട് പോകും. മെഡിസിൻ ഉപയോഗിക്കാത്ത മനുഷ്യനാണ് ഞാൻ. മെഡിസിൻ ഇല്ല, ഡോക്ടറില്ല, നോ ഡോക്ടർ നോ മെഡിസിൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളത്. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ എനർജിയുടെ പിന്നിൽ ഒരുപക്ഷെ ഈ മാർക്കറ്റും ഈ ജോലിയാണ്. ബ്രാൻഡൊക്കെ ഞാൻ ഇപ്പോഴല്ലേ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോഴും ഇതൊക്കെ വന്നത്. അതിനേക്കാൾ മുമ്പ് യൂസുഫ് ഭായ് എന്നുള്ള വ്യക്തിനെ എല്ലാവർക്കും അറിയുന്നവരും എൻ്റെ ഉമ്മ പഠിപ്പിച്ച ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ ഇതേപോലെ പലയിടത്തും ഒരുപക്ഷെ എൻ്റെ മുമ്പ് ഈ ക്യാമറയുടെ പിന്നിൽ ക്യാമറാമാനായിട്ടുണ്ടായിരുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ ഇൻ്റർവ്യൂ. എൻ്റെ ഉമ്മ കാലത്ത് എണിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കീശയോ കവറോ എന്തെങ്കിലും എടുത്തിട്ട്, കാരണം ഞങ്ങൾക്ക് പറമ്പുണ്ട്, ഞങ്ങളുടെ അന്നൊരു ഏക്കറ പറമ്പ് ഞങ്ങളുടെ തറവാടിന് പറമ്പുണ്ടാകുമ്പോൾ മാങ്ങകളും കശുവണ്ടി മാങ്ങ, അപ്പോൾ ആ മാങ്ങാണ്ടി പറക്കിയെടുത്തിട്ട് ആ ചുറ്റുവട്ടത്ത് പല അതിന് പറയാം ചോയിലെടുത്തവർ ഓരോ പല വർഗ്ഗക്കാരുണ്ട്. ക്രിസ്ത്യൻസ് ഒഴികെ മറ്റേ ഹിന്ദു പല വർഗ്ഗക്കാരുണ്ട്. ആ എല്ലാ വീട്ടിലും കയറി എൻ്റെ ഉമ്മ കയറിപ്പോയിട്ട് അവിടെ പോയിട്ട് അവരുടെ കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ എന്താണ് ചായ, അവിടുത്തെ ചായ ഒരു ചായ കുടിച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഒരു പാൽ ചായ കുടിച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഒരു പക്ഷേ ഒരു കഷ്ണം പത്തിരിയോ ഒരു കഷ്ണം ഇപ്പുറത്ത് വന്നിട്ട് ചുറ്റുവട്ട അയൽപ്പക്കത്തുള്ള ഓരോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അത് കഴിക്കാനല്ല പോകുന്നത്, അവരുടെ അന്വേഷിച്ചിട്ട് അവരുടെ വാക്കുകളും അവരുടെ സന്തോഷങ്ങളും ഏറ്റെടുത്തിട്ട് അവിടുന്ന് വീട്ടിൽ വന്നിട്ടാണ് ശരിക്കും ചായ കുടിക്കുക. പക്ഷേ അതേപോലെയാണ് ഞാൻ കാലത്ത് വന്നു കഴിഞ്ഞാൽ കടയിൽ കയറി എൻ്റെ മൊബൈൽ ഞാൻ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് അടുത്ത കടയിലൊക്കെ പോകുമ്പോൾ ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, എവിടെ എന്ന് ചോദിച്ചിട്ട് അവരെ ഹഗ് ചെയ്തിട്ട് അടുത്ത് പോയിട്ട് ഇപ്പോഴും ഒരുപക്ഷെ എൻ്റെ ഈ പറഞ്ഞ ചാനലിൽ നേരത്തെ പറഞ്ഞ ചാനലിലുണ്ടെന്ന് ഞാൻ എടുത്തിരുന്ന ആ കാഫറ്റീരിയ ഇപ്പോഴും ഞാൻ അതേമാതിരിയൊക്കെ പോയിട്ട് അവിടെ യൂസുഫ് ഭായ് ഈസ് ഹിയർ. സോഷ്യൽ മീഡിയ എന്നുള്ളത് സംഭവം ഉണ്ടല്ലോ, അത് ലോട്ട് ഓഫ് എനർജി കൊടുക്കും, നമ്മൾക്ക് റെസ്പെക്ട് തരും, ബഹുമാനം തരും, സെൽഫി എടുക്കാൻ ആൾക്കാർ വരും എന്നുള്ളത് സത്യമാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട്. അതായത് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആഘോഷിക്കാം 3 മില്യൻ്റെ യൂസുഫ് ഭായിയുടെ, സാധാരണക്കാരനായ യൂസുഫ് ഭായിയുടെ ഒരു ആഘോഷം. തീർച്ചയായിട്ടും കോമന്റുകളെല്ലാം വായിക്കാറുണ്ട്. ഇല്ല, എൻ്റെ മക്കളോട് ഞാൻ പറയാറുള്ളതാണ് എന്നും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പ്രവൃത്തിയിൽ നല്ല പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക. കുറ്റങ്ങൾ പറയുന്നവരുണ്ടാവാം, നല്ലത് പറയുന്നുണ്ട്. നല്ലത് പ്രവർത്തിച്ചിട്ട് നിനക്ക് ഞാൻ ആകുന്ന ഭാവം വേണ്ട, കുറ്റം പറഞ്ഞിട്ട് ഡെസ്പ് ആവുകയും വേണ്ട, വായിക്കേണ്ട. നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുക, റിസൾട്ട് ഉണ്ടാവും. ഇപ്പം സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പം യൂസുഫ് ഭായ് പറഞ്ഞത് ഈ അടുത്തിടയ്ക്ക് വന്ന മണത്തിൽ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു മണമാണ് ലക്ഷ്മി നക്ഷത്ര കൊണ്ടുവന്ന സുധി ചേട്ടൻ്റെ ഒരു മണം എന്ന് പറഞ്ഞത്. അതിനകത്ത് ബ്ലഡും അദ്ദേഹത്തിൻ്റെ വിയർപ്പും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര. നിങ്ങൾ എന്തിനത് ഷൂട്ട് ചെയ്ത് കാണിച്ചു, നിങ്ങൾക്ക് അതിലൊരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൈബർ ബുള്ളിങ്, അത്രയും ലക്ഷ്മി നക്ഷത്ര അത്രയും ഇമോഷണൽ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ യൂസുഫ് ഭായ് എടുത്ത് വന്നത്. നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ്റെ ജോലി അതാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകരാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് എൻ്റെ കടയിൽ വന്ന് ആഘോഷിക്കാവുന്നതാണ്. കാരണം ഒരുപാട് കുട്ടികൾ എവിടുന്നാണ് പഠിച്ചവനെ ഈ ഇത്രമാത്രം കുട്ടികളെ എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൂ, പോകുമ്പോൾ യൂസുഫ് ഭായ് അല്ലെങ്കിൽ ആ ഫാമിലിനെ ആ കുട്ടിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിൽക്കുന്നത്. അത് ഒരു പക്ഷേ അതിൻ്റെ കാരണം പടച്ചതമ്പുരാൻ മാത്രമാണ്. സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ട്. ദ പെർഫ്യൂം എന്ന മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അതിൽ ഏറ്റവും എല്ലാവരെയും ഒരുപാട് ഉന്മാദിപ്പിക്കുന്ന മണമെന്ന് പറയുന്നത് സ്ത്രീ ശരീരങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ താങ്കൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഏറ്റവും നല്ല മണം നമ്മുടെ ഈ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുമ്പോഴത്തേക്കും? അവിടെയാണ് ആ ചോദ്യം തിരിച്ച് ഞാൻ ചോദിക്കുക. ഏറ്റവും കൂടുതൽ ഉന്മാദിപ്പിക്കുന്നത് സ്ത്രീ ശരീരമാണെന്നുണ്ട്. അതേമാതിരിയാണ് ഏറ്റവും കൂടുതൽ ഉന്മാദിപ്പിക്കുന്നത്, അത് ഓപ്പോസിറ്റും ഇതാണ്. എന്താണ് കസ്തൂരി? അവിടെയാണ് ഞാൻ പറഞ്ഞത്, കസ്തൂരി എന്ന് പറഞ്ഞാൽ നല്ല ഗന്ധമല്ല. കസ്തൂരി എന്ന് പറഞ്ഞാൽ മാൻപേട അതിൽ നിന്ന് പുറപ്പെടുപ്പിക്കുന്ന ഒരു കൊറ്റനാടിൻ്റെ മണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊറ്റൻ. അതിനാ മണം ഇങ്ങനെ മണത്തിട്ട് ആ മണം നിന്ന് കിട്ടുന്ന ഒരു സെക്സ് അപ്പീലുണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ പിന്നിലുണ്ടാകുന്ന ഈ സംഭവങ്ങൾ.
മണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ മണങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഒരു സംഭവത്തിനോടാണ്. അല്ലാതെ അത് വേർപ്പ് മണമാവാം, അത് ഭയങ്കര ഫീലിംഗ് ആണ് മറ്റേ ഓപ്പോസിറ്റ്. അവിടെയാണ് ഈ പറഞ്ഞ മാതിരി പെർഫ്യൂം എന്നുള്ളത്, ചിലർ പെർഫ്യൂമിലൂടെ ആ മണങ്ങളെ ഒന്നുകൂടി പോസിറ്റീവ്. പക്ഷേ എന്നിരുന്നാലും പഴയ കാലങ്ങളിലും ഇപ്പോഴും ചില ജനങ്ങളിൽ അവർക്ക് വേർപ്പ് മണത്തിനോടും ഈ അങ്ങനെയുള്ള തേടി പോവാറുണ്ട്. യു ഗോട്ട് മൈ പോയിന്റ്. സ്വന്തം വീട്ടിലില്ലാതെ പോലും തേടി പോകുന്നവരുണ്ടാവും. അത് ആ മണങ്ങളോടുള്ള ഒരു തരം, അതാണ് ആ മണങ്ങൾ ഒരു വല്ലാത്ത മണമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് പെർഫ്യൂം എന്ന് പറഞ്ഞത് സുഗന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മളെ അട്രാക്റ്റീവ് ചെയ്യുന്ന എല്ലാം സുഗന്ധങ്ങളാണ്. ആ മണം കിട്ടാൻ വേണ്ടി അയാൾ എത്ര വേണമെങ്കിലും അയാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അതാണ് സുഗന്ധങ്ങൾ. ഈ യൂസഫായി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾക്ക് ഒരു പ്രാവശ്യമേ തോൽക്കാൻ പറ്റുള്ളൂ, പിന്നെ 2 പ്രാവശ്യം തോൽക്കാൻ പറ്റില്ല, പിന്നീട് ജയിക്കാനേ പറ്റുള്ളൂ. അപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക് കേട്ടപ്പോൾ. കാരണം നമ്മൾ ഇപ്പോഴത്തെ തലമുറ ഒരു പക്ഷേ പരാജയത്തെ അംഗീകരിക്കാൻ ഭയക്കുന്ന ഒരു തലമുറയുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് നമുക്കിടയിൽ. അപ്പം ഇത്രയും വർഷം ഇത്രയും സ്ട്രഗിൾ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ വന്ന് ഈ ഒരു കോട്ട് പറയുമ്പോൾ എന്താണ് നമുക്ക് പുതിയ തലമുറ കുട്ടികളോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കസ്തൂരി മണം, അമ്പർ മണം, കോടിക്കണക്കിന് ഉറുപ്പ്യ വിലയുള്ളതാണ് അമ്പറിൻ്റെ മണം. അത് എന്താണ്? തിമിംഗലം ഛർദ്ദിക്കുന്നതാണ്. ആ മണത്തെ നന്നാക്കി എടുക്കുന്നവനാണ് പെർഫ്യൂമർ. അതേപോലെ നിങ്ങളുടെ തോൽവികളെ നിങ്ങൾ വിജയങ്ങളാക്കി എടുക്കുന്നവനായിരിക്കണം ഒരു പെർഫ്യൂമർ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ. ആ വിജയത്തിൻ്റെ ഒരു മാധുര്യമുണ്ടല്ലോ, ഭയങ്കര മാധുര്യമാണ്. ഒരുപാട് തോൽവികൾ കിട്ടിയിട്ട് ഫൈനലിൽ തോറ്റിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു വിജയം ഉണ്ടല്ലോ, ഉന്മാദം, അത് എക്സ്ട്രാ എനർജിയാണ്. അപ്പോൾ തോൽവി ജയവും അത് പാർട്ട് ഓഫ് ലൈഫുമാണ്, പാർട്ട് ഓഫ് ഗെയിമാണ്. അതാണ് അത് മനസ്സിലാക്കാം. എന്തിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരു സംഭവത്തിൻ്റെ ഇതിൽ തോൽവി ഉണ്ടാവും, ജയം ഉണ്ടാവും. ഞാനെന്ന വ്യക്തി, നിങ്ങൾ വിചാരിക്കാത്ത യൂസുഫായി ഒരു കട തുറന്ന് 2 കട തുറന്ന് 3 തുടങ്ങി, ഒരുപാട് കടകൾ തോറ്റിട്ടുണ്ട്, തോൽവി പൂട്ടിയിട്ടുണ്ട്, വീണ്ടും തുറന്നിട്ടുണ്ട്, വീണ്ടും കറണ്ട് കട്ടായി കിടന്നിട്ട് പൈസ കൊടുക്കാനില്ലാതെ വണ്ടി പോയി കിടന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ ഓരോ സ്ഥലങ്ങളിൽ അബുദാബിയിലേക്ക് പോലും ബാഗ് വലിച്ചു പോയിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നാട്ടിൽ പോകാൻ നേരത്തെ ടിക്കറ്റിന് പോലും പൈസ ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും യൂസുഫായി തൊപ്പിയൊക്കെ കിട്ടും ആളോ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഒന്നും നഷ്ടപ്പെടാതെയും നമ്മളുടെ പ്രയത്നിക്കാതെയും തോൽവികളില്ലാതെയും ആരും എന്നും ജയിച്ചു കൊണ്ടേയിരിക്കില്ല. അവൻ്റെ ഒരേ തോൽവികളാണ് മറ്റുള്ള 2 വിജയങ്ങൾക്ക് കാരണമാക്കുന്നത്. ഒരു തോൽവി 2 വിജയങ്ങൾക്ക് കാരണം, നെക്സ്റ്റ് തോൽവി അവൻ്റെ 2 വിജയങ്ങൾ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കലും വിജയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിജയിച്ച് കഴിഞ്ഞെന്നുള്ള പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. ഞാൻ 100 മീറ്റർ എബോവ് 45 ജയിച്ച് ഞാൻ വെറ്ററൻസിൽ മാസ്റ്റർ ചാമ്പ്യൻ. ഞാൻ ഇനി പ്രാക്ടീസ് ചെയ്യണ്ട. അടുത്ത വർഷം എനിക്ക് എബോവ് 50 മത്സരം വരുമ്പോൾ എനിക്ക് പറ്റില്ല. പിന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. എബോവ് 50 എനിക്ക് ചാൻസ് ഉണ്ട് വീണ്ടും. എബോവ് 50 കഴിഞ്ഞിട്ട് ഞാൻ ഓടിയിട്ട് ജയിച്ചിട്ട് ഞാൻ ഓടുന്നില്ല എന്ന് പറഞ്ഞാൽ എബോവ് 55 മത്സരമുണ്ട്. എല്ലാ 5 മാസ്റ്റേഴ്സിന് മീറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 100 മീറ്ററും 400 മീറ്റർ നിങ്ങൾക്ക് മത്സരിക്കണം, ജയിക്കണം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ റിസൾട്ട് ഉണ്ടാക്കണം. കണ്ടിന്യൂ ഡോണ്ട് സ്റ്റോപ്പ്. ഇനി എന്താണ് അടുത്ത യൂസുഫായി ബ്രാൻഡിൻ്റെ പുതിയ തലത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്താണ്? യൂസുഫായി എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കിയത് ഞാനല്ല, ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഒരു മിഡിൽ ഈസ്റ്റ് സമൂഹത്തിലെ മാത്രം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ലോകം മുഴുവൻ പരക്കട്ട സുഗന്ധങ്ങൾ. എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ കൂടെ ചാനൽ, ഗുച്ചി, എസ്കാഡ, പെക്കോറബാൻ, ഇൻഷാല്ലാ ഐ വിഷ് യൂസുഫ് ഭായ് വിൽ ബി ദർ. അതാണ് എൻ്റെ ഒരു ശ്രമം. ഒരുപക്ഷെ പഠിച്ചോൻ സാധിപ്പിച്ചെന്ന് വരാം, പക്ഷെ ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ഈ എന്നെ കാണുന്ന കേൾക്കുന്നവരും എന്നെ സഹായിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നോട് ഓരോ പുഞ്ചിരിയിലും പങ്കെടുക്കുന്ന ആ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പോൾ ഇനിയും കാലവും ദേശവും ഒക്കെ നടന്ന് ഒരുപാട് ആൾക്കാരുടെ മുന്നിലേക്കും അവരുടെ ഹൃദയത്തിലേക്കും യൂസുഫായുടെ സുഗന്ധങ്ങൾ ഇനിയും ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. നമസ്കാരം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നേരം എന്നെ സഹിച്ചിരുന്ന ചാവക്കാട്ടുകാരൻ്റെ ആ സ്ലാങ്ങിൽ നിങ്ങളത് എടുക്കുക,
എന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകളോ കൂടുകളോ എന്തുണ്ടെങ്കിലും അത് ഇയാളുടെ സുഗന്ധം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് സുഗന്ധങ്ങൾ പരക്കട്ടെ. നിങ്ങളുടെ പുഞ്ചിരിയിലൂടെയും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് കാലങ്ങളിൽ നല്ല നല്ല സുഗന്ധങ്ങളായിട്ട് നിങ്ങളുടെ പുഞ്ചിരികൾ പറക്കട്ടെ. അതിൻ്റെ കൂടെ യൂസുഫ് ഭായിയുടെ ഫ്രാഗ്രൻസും.